ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ഇഷിതയും മഹേഷും ഒന്നായ കാര്യമൊക്കെ നമ്മുടെ രചനയുടെ വെറും സ്വപ്നം മാത്രമായിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം കൂടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്തൂടെ മനസ്സിലായതാണ്. ഇനി എന്തായാലും പതിവ് പോലെ അവരുടെ ചെറിയ ചെറിയ വഴക്കുകളും പരിഹാസങ്ങളും അതിലൂടെയുള്ള പ്രണയമൊക്കെ ഇനി അങ്ങോട്ടേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന സമയത്ത് അനുഗ്രഹയും അതുപോലെ തന്നെ നമ്മുടെ സുചിത്രയും തമ്മിലുള്ള ആ ഒരു കൂട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ അനുഗ്രഹയുടെ കഥയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴോ സെപ്പറേറ്റഡ് ആയ കാര്യമൊക്കെ പറഞ്ഞ് അവരുടെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആയ കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അനുഗ്രഹയോട് സുചിത്രയ്ക്ക് ഉണ്ടായിരുന്ന ദേഷ്യമൊക്കെ പോയി. പിന്നെ ആകെയുള്ള ദേഷ്യം വിനോദിൻ്റെ കാര്യം ഒരു 100 തവണ പറയും. നാഴികയ്ക്ക് 40 വട്ടം വിനോദിനെക്കുറിച്ച് സംസാരിക്കാൻ മാത്രമേ ഈ പുള്ളിക്കാരിക്ക് നേരമുള്ളൂ. അത് മാത്രമാണ് സുചിത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തത്. മാത്രമല്ല ഇതൊരു നമ്മുടെ 100നും 101നും അടക്കമുള്ള വലിയൊരു അന്താരാഷ്ട്ര വിഷയമായി മാറാൻ പോവുകയാണ് സുചിത്രയും അനുഗ്രഹയും. കാരണം നമ്മുടെ അനുഗ്രഹയെ വിനോദിൻ്റെ പെണ്ണായിട്ട് കാണുന്ന 101ലെ ആൾക്കാർ നമ്മുടെ മഹേഷ് സഹിതം, എന്നാൽ സുചിത്രയെ വിനോദിൻ്റെ പെണ്ണായിട്ട് കാണുന്ന 100ലെ ആൾക്കാർ, ഇവർ തമ്മിലൊരു യുദ്ധം ഉണ്ടാകും വിനോദിന് വേണ്ടിയിട്ട്. ഇനി അങ്ങോട്ടേക്ക് അതും വരാനിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഈ സുചിത്ര ഈ വിനോദിനെക്കുറിച്ച് അനുഗ്രഹ വിനോദിനെക്കുറിച്ച് പറയുന്നത് മാത്രം സുചിത്രയ്ക്ക് അത്ര പേടിക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷാണ്. മഹേഷ് നാളത്തെ ദിവസം ഇഷിതയ്ക്ക് വേണ്ടിയിട്ട് ട്രീറ്റ് കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണ്. ഒരു ഹോളിഡേ ദിവസമാണ്. അങ്ങനെ ഇഷിതയ്ക്ക് ട്രീറ്റ് കൊടുക്കാനായിട്ട് മഹേഷിൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം കൊടുക്കുക, ഇഷിതയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസായിട്ട് ഇഷിതയുടെ വീട്ടിൽ ചെന്നു. ഇഷിതയുടെ വീട്ടിൽ ചെന്നിട്ട് പ്രിയാമണിയോട് കാര്യങ്ങളൊക്കെ തിരക്കാണ്. ഈ പ്രിയാമണിയോട് അവൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, അതിൻ്റെ റെസിപ്പി, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പക്ഷേ റെസിപ്പി ഫുള്ളാകുന്നതിന് മുമ്പ് നമ്മുടെ ഇഷിത പ്രിയാമണിക്ക് 100ലേക്ക് എത്തുകയാണ്. അതായത് നമ്മുടെ പ്രിയാമണിയും മഹേഷ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് എത്തുകയാണ്. ആ സമയത്ത് ഇഷിതയോട് കാര്യങ്ങളൊന്നും പറയരുത് എന്ന് പ്രിയാമണിയോട് കണ്ണു കാണിക്കുന്നുണ്ട് മഹേഷ്. ഇഷിത ഒന്നും അറിയാൻ പാടില്ല, എല്ലാം വമ്പൻ സർപ്രൈസായിട്ട് നടത്താനാണ്. എന്തായാലും പ്രിയാമണി കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ട് പറഞ്ഞു കൊടുത്തുമില്ല. അത് ഈ പൊട്ടനോട്ടും മനസ്സിലായുമില്ല. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നെ ഇഷിത തൻ്റെ അമ്മയോടും സുചിത്രയോടും അനുഗ്രഹത്തോടൊപ്പം കുറച്ച് നിമിഷങ്ങൾ ഇഷിതയായിട്ട് മഹേഷിൻ്റെ ആ ഒരു 100ലെ ആളായിട്ട് തന്നെ അങ്ങോട്ട് 101ലെ ആളായിട്ടല്ല 100ലെ ആളായിട്ട് അവിടെ കൂടുകയാണ്. മാത്രമല്ല അതിൻ്റെ വിവരം, അതായത് ആദിയുടെ കാര്യമൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതിനിടയ്ക്ക്. എന്തായാലും മോൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പ്രിയാമണി ഇഷിതയോട് പറഞ്ഞപ്പം, എന്തിനാണ് മാം ഞാൻ മാറി ചിന്തിക്കേണ്ടത്? കാരണം ചിപ്പിമോളെ എനിക്ക് അംഗീകരിക്കാമല്ലോ, അപ്പം പിന്നെ എനിക്ക് എന്തുകൊണ്ട് ആദിയെ അംഗീകരിക്കാൻ പറ്റുന്നില്ല? അതുകൊണ്ട് രണ്ടുപേരും മഹേഷിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ആദ്യം എന്ന കുട്ടിയെ രചന വിട്ടു തരുമോ? അവരുടെ കൂടെ ആ കുട്ടി സേഫ് ആയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. മാത്രമല്ല ആദിയെ അവർ ആ ഒരു രീതിയിലാണ് വളർത്തി വെച്ചിരിക്കുന്നത്. രചന ആ ഒരു രീതിയിലാണ് മഹേഷിനെതിരായിട്ടാണ് വളർത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ അവന് നല്ലൊരു മകനുണ്ട്, നല്ലൊരു വ്യക്തിയുണ്ട് അവനിൽ, അതൊക്കെ എനിക്ക് മനസ്സിലായതാണ്. ഇഷാദായിട്ട് എന്നോടൊപ്പം അവൻ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അതിന് ആ സമയത്താണ് നമ്മുടെ അനുഗ്രഹം അങ്ങോട്ടേക്ക് വരുന്നത്, സുചിത്രയും. അങ്ങനെ അനുഗ്രഹയും അവളും കൂടി ഇരുന്ന് വർത്താനം പറയുകയാണ്. നമ്മുടെ ഇഷിതയും കൂടിയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ വിവേകാനന്ദ കന്യാകുമാരിയിൽ പോയ കാര്യവും, അപ്പോൾ ഇഷിത ഈ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നതും, അങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് അവരുടേതായ ഒരു രീതിയിൽ ഇവർ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അവരുടേതായ ഒരു വിഷയങ്ങളൊക്കെ വന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ ഒരു സമയത്തും നമ്മുടെ അനുഗ്രഹം പലപ്പോഴും വിനോദിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ സുചിത്രയുടെ മുഖം മാറുന്നത് ഇഷിത ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ വിനോദിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഓർത്തത്, നമ്മുടെ വിനോദിനെ ഈ മന്ത്രി വിളിപ്പിച്ചിരിക്കുകയാണ്. കാരണം വിനോദിൻ്റെ ഫാമിലിയുടെ ചരിത്രമൊന്നും ഈ പ്രോഗ്രസീവ് പാർട്ടിയിലേക്ക് വന്നതിന് ശേഷം വിനോദിൻ്റെ ബാക്കി ചരിത്രങ്ങളോ ഒന്നും വലിയ കാര്യമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു. ആ പാർട്ടിയിലുള്ളവർക്ക് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രിക്ക് പോലും അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കുറേശ്ശെ എന്തെങ്കിലും ഒരു കാര്യം പുറത്താകാനായിട്ട് മീഡിയ ഇങ്ങനെ നോക്കിയിരിക്കുകയാണല്ലോ. അങ്ങനെ വിനോദിൻ്റെ ഫാമിലിയും മഹേഷും തമ്മിലുള്ള ബന്ധവും ഒക്കെ പുറത്താവുകയാണ്. അങ്ങനെ ആദ്യം മീഡിയ അറിയുന്നതിന് മുമ്പും പുറത്താകുന്നതിന് മുമ്പും നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിയല്ല, ആരോഗ്യമന്ത്രി അൻസാരി പുള്ളിക്കാരൻ ഈ വിനോദിനെ വിളിച്ചിട്ട് ഇഷിത നിനക്കാരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. മാത്രമല്ല നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച പലവട്ടം എന്നെ പലരും അറിയിച്ചിട്ടുണ്ട്, ആരാണ് ഇഷിത നിങ്ങൾക്ക് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ വിനോദ് കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ്.
തൻ്റെ ഏട്ടനാണ് മഹേഷ്, പക്ഷേ ശത്രുവാണ്. എങ്ങനെയാണെങ്കിലും ഏട്ടത്തിയമ്മയായിട്ട് വരും. പക്ഷെ അവരോടൊന്നും തനിക്കിപ്പോൾ യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് അവൻ പറയുന്നത്. എനിക്കിത് വിശ്വസിക്കാമോ എന്ന് അൻസാരി ചോദിക്കുന്നുണ്ട്. 100% വിശ്വസിക്കാം. എനിക്ക് വലുത് പാർട്ടിയാണ്, എന്നെ വളർത്തിയതും പാർട്ടിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ വിനോദ് പറഞ്ഞതിൽ വലിയ വിശ്വാസമൊന്നും അൻസാരിക്ക് വന്നിട്ടില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മഹേഷ് അടുക്കളയിൽ കൈകാര്യം ചെയ്യുകയാണ്. അടുക്കള ഭരണം മഹേഷ് ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ നിഷിതയെ ഒഴിവാക്കി വിട്ടത് തന്നെയാണെന്ന് പറയാം. എന്തായാലും സ്വപ്നവല്ലിയാണെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് വേണോ, അറിയണോ, നിനക്ക് വല്ല അറിയോ എന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. പക്ഷെ ഒന്നും പറയണ്ട, ഒരു സഹായം പോലും വേണ്ട, എനിക്കെല്ലാം അറിയാമെന്ന രീതിയിലാണ് ഇവൻ കയറി അടുക്കളയിൽ ഓരോന്ന് ചെയ്യുന്നത്. ചിപ്പിമോളാണെങ്കിൽ കൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പൊളിയാവോ അടി എന്നും ചോദിച്ചുകൊണ്ട്, ഇത് വല്ലതും നടക്കണ കേസാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിപ്പിമോൾ നിൽപ്പുണ്ട്. എന്തായാലും ഫുഡൊക്കെ ആയി. പക്ഷേ ഉണ്ടല്ലോ, അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവൻ ഉദ്ദേശിച്ച രീതിയിൽ ആ ഫുഡ് വർക്കായില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് പുറത്ത് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു? പുറത്തുനിന്ന് ഓർഡർ ചെയ്തതിന് ശേഷം ഈ ഫുഡെല്ലാം കൂടിയിട്ട് ഈ അടുക്കളയിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. അവനുണ്ടാക്കിയ രീതിയിൽ എല്ലാം നിരത്തി വെച്ചിരിക്കുക. ആ നിരത്തലിൻ്റെ വെപ്രാളത്തിനിടയ്ക്കാണ് സ്വപ്നവല്ലി കടന്നു വരുന്നത്. ഓരോരുത്തർ ഇവൻ പറഞ്ഞു വിടുകയാണ്, ഇതൊക്കെ ഞാൻ സെറ്റാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ എല്ലാവരും വന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തയ്യാറായി. അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഇഷിതയ്ക്ക് അവിടെ നിന്നും ബില്ല് കിട്ടുന്നുണ്ട്. ഇത് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത ഫുഡാണ് എന്ന ബില്ല് കിട്ടുന്നുണ്ട്. പക്ഷേ ഇഷിത അത് ആരോടും പറയാനൊന്നും പോയില്ല. കാരണം മഹേഷിനെ ഒന്ന് പറ്റിക്കാനും അതുപോലെ തന്നെ മഹേഷ് ഇതുപോലെ വലിയ കാര്യമായിട്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും മുമ്പ് ഇത് അവതരിപ്പിക്കുമ്പോൾ വെറുതെ നാണം കിടത്തണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇഷിത അത് പറയാതെ മനസ്സിൽ തനിക്കൊന്നും അറിയില്ല എന്ന രീതിയിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് മഹേഷ് ആണെങ്കിൽ തള്ളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ തള്ള. ആ രീതിയിൽ തൻ്റെ ഫുഡിനെ കുറിച്ച് എല്ലാവർക്കും അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. എങ്ങനെയുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, എൻ്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ട്, ഇതൊക്കെ എന്ത്, ഞാൻ ബോംബെയിലായിരുന്നപ്പം, ഞാൻ ഡൽഹിയിലായിരുന്നപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കിയ കഥയൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇതെല്ലാം കേട്ട് തല കുലുക്കുന്നുണ്ട്. വിശ്വാസം വരുന്നില്ല അല്ലേ? അതെ, അയാളോട് ചോദിച്ചു, ഇന്നയാളോട് ചോദിച്ചു നോക്കാം എന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, വിശ്വാസമായി, എല്ലാം വിശ്വാസമായി. അതിനിടയ്ക്ക് നമ്മുടെ ഇഷിത പതുക്കെ അവനെ ചവിട്ടുക. അവനെ ചവിട്ടി ജസ്റ്റ് ഒന്ന് ചവിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയിട്ടോ. അപ്പോൾ അവൾ പതുക്കെ ബില്ല് അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് അവൻ ക്ലിക്ക് ചെയ്ത് അവൻ ഒരുമാതിരി ചമ്മിയ ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആരോടും പറഞ്ഞു കൊടുക്കല്, പ്ലീസ് പറയരുത്, നാറ്റിക്കരുത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഇഷിത പതുക്കെ ചെവി ചോദിച്ചു, നാറ്റിച്ചില്ലെങ്കിൽ എനിക്ക് എന്ത് തരും? എന്ത് വേണേലും തരാം, നീ ചോദിക്കുന്നത് ഞാൻ തരാം, ഉറപ്പാണല്ലോ അല്ലേ എന്ന് ഇഷിത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം എന്നെ വെറുതെ വിടാനായിട്ട് മഹേഷ് ഇങ്ങനെ പറയുകയാണ്. എന്തായാലും ഞാൻ ചോദിച്ചോളാം, ഞാൻ ചോദിച്ചോളാം. അപ്പോൾ നിങ്ങളെന്തായി പുറകുറുക്കുന്നത്? അല്ല, ഫുഡ് നന്നായി എന്ന് പറഞ്ഞതാണേ, ഇത്രയും നല്ല ഫുഡ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എനിക്ക് പഠിപ്പിക്കണമെന്ന് ഞാൻ പറയായിരുന്നു എന്നൊക്കെ ഇഷിത ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നമ്മുടെ മഹേഷിനെ വാരാനായിട്ട് മഹേഷിനെ കളിയാക്കാനായിട്ട് ഇഷിതയ്ക്ക് കൂടുതൽ ഒരു കാര്യം കൂടി വീണ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിലാണ് കഥകൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മുടെ സുചിത്ര ഇഷിതയോട് പറയുന്നുണ്ട് ഈ അനുഗ്രഹയുടെ വിനോദ പുരാണത്തെക്കുറിച്ചൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ വിക്രത്തിൻ്റെയും വേദയുടെയും കഥയായിട്ട് നമ്മുടെ മറ്റൊരു ചാനലിൽ വരുന്നുണ്ട്. സീരിയൽ ടുഡേ എന്നാണ് ആ ചാനലിൻ്റെ പേര്. അപ്പോൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ ആ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ആ വീഡിയോയിലൂടെ നമുക്ക് ഗുഡ് നൈറ്റ് പറയാം കേട്ടോ. ഇനി നിങ്ങളത് കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ഇതിനടിയിൽ ഒരു കമൻറ്റ് ചെയ്തേരെ ഗുഡ് നൈറ്റ്. പിന്നെ കഥ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു തമ്പോ ഒരു ലവോ ഒക്കെ ഇങ്ങോട്ട് കൊടുത്തേരെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.